all, welcome to the next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് രാവിലെ ആയിരിക്കാം കാണുന്നത് അല്ലെങ്കിൽ രാത്രി ആയിരിക്കാം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത്രയും എന്താണ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ഇയറിൽ 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് തീർക്കാം കേട്ടോ വീഡിയോ. ഓക്കെ, സ്പീഡിനെല്ലാം പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഡിഫറൻസ് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും. ഓക്കെ, എന്താണ് മീനിങ്? ആൻ ഇൻഡിവിജ്വൽ ഫസ്റ്റ് എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് നോക്കാം. ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം ആൻഡ് ദാറ്റ് എംപ്ലോയി ഷുഡ് ബി ആൻസറബിൾ ടു ദാറ്റ് സുപ്പീരിയർ. എന്താണ് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കർ ഏതെങ്കിലും ഒരു സുപ്പീരിയറിനോട് മാത്രമായിരിക്കണം അക്കൗണ്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്ന് പറയാൻ നമുക്ക് ആ ഒരു സുപ്പീരിയറിൻ്റെ അപ്പം ഞാനൊരു ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത് ഏതെങ്കിലും ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമായിരിക്കണം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആർക്ക് ആൻസറബിൾ ആയിരിക്കണം എന്ന് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അത് ആർക്ക് ആൻസറബിൾ ആയിരിക്കണം, ആ ഒരു സുപ്പീരിയറിന് ആൻസറബിൾ ആയിരിക്കണം. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് വൺ പ്ലാൻ. എന്താണ് എല്ലാ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിക്കും സെപ്പറേറ്റ് ആണെങ്കിലും ബട്ട് എന്തായിരിക്കണം വൺ ഹെഡ് വൺ പ്ലാൻ. Okay, then next one, it prevent dual subordination, then it prevent overlapping of activities. Then next എന്താണ് ഇറ്റ് അഫക്റ്റ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി. എന്താണ് ഇത് ഒരു എംപ്ലോയി മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, ഇത് എല്ലാവരും എൻറ്റയർ ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും പഠിച്ചു. ദെൻ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഓക്കെ, അത് നമുക്ക് നോക്കാം. എന്താണ് ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഓർഗനൈസിങ്ങിൻ്റെ ചാപ്റ്ററിൽ ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണ്, ഡിവിഷണൽ സ്ട്രക്ചർ എന്താണ്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 8 പോയിന്റ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് 5 എണ്ണം പഠിച്ചാൽ മതി കേട്ടോ. അപ്പം ഓർഗനൈസേഷണൽ ഡിസൈൻ wherein similar or related jobs are grouped together into major functions or major function. Okay, എന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫങ്ഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഓർഗനൈസേഷൻ ഡിസൈൻ ഈസ് വൺ in which there is a separate division for line of product. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഓർഗനൈസിങ് ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് പോയി കാണാം കേട്ടോ. ഓക്കെ, ഇതിന് ഇപ്പോൾ അപ്ലോഡ് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ഗ്യാപ്പില്ല, ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് എല്ലാം അപ്ലോഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിജിഡ് അറ്റ് ദ ഡിഫിക്കൽട്ട്. ഓക്കെ, ഇത് നമുക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം. എന്താണ് ഫോർമേഷൻ ഈസ്, ഇത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് പഠിക്കുക. ഓക്കെ, ഇത് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഫങ്ഷണൽ സ്ട്രക്ചറിലാണെങ്കിൽ ഫോർമേഷൻ എന്താണ് ഫംഗ്ഷൻ്റെ ബേസിലാണ്, ഇത് എന്തിൻ്റെ ബേസിലാണ് പ്രോഡക്റ്റ് ലൈനിൻ്റെ ബേസിലാണ് എവിടെ ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഫംഗ്ഷനും പ്രോഡക്റ്റ് ലൈൻ. തന്നെ ഇവിടെ ഇറ്റ് ഹാസ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. ഓക്കെ, ഫംഗ്ഷനെയാണ് ഇവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, ഇവിടെ ആണെങ്കിൽ പ്രോഡക്റ്റിനെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇതെന്താണ് ഇവിടെ ലോ കോസ്റ്റ് ആണ്, ഇവിടെ ആണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഫംഗ്ഷനിൽ, ഇവിടെ ഡെവലപ്മെൻറ്റ് കുറച്ച് ഈസിയാണ്. ഓക്കെ, ദെൻ എന്താണ് ഡിഫിക്കൽട്ട് ടു റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഡിഫിക്കൽട്ടാണ്, ഇവിടെ ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നമ്മൾ 5 പോയിന്റ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മീനിങ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ, ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ലൈൻ. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് ഹാസ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ, ഇറ്റ് ഹാസ് പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ദെൻ എന്താണ് ഇവിടെ ഡിഫിക്കൽട്ടാണ്, ഫോർമേഷൻ ഇവിടെ ഈസിയാണ്. ദെൻ ലോ കോസ്റ്റ് ആണ്, ഇവിടെ കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ എന്താണ് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ഇവിടെ ഡിഫിക്കൽട്ട് ആണ്, ഇവിടെ ആണെങ്കിലോ ഈസിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അപ്പോൾ ഈ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും നമ്മൾ പഠിച്ചു. ഇനി നോക്കാൻ പോകുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ഇയറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഒരു മാനേജ്മെൻറ്റ് ഒഫീഷ്യലി ക്രിയേറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യലി മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഇപ്പം അവിടുത്തെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം കൂടിയിട്ട് ചേർന്നിട്ട് മറ്റൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഫോർമൽ ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് പ്ലാൻ ചെയ്ത കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒഫീഷ്യലായിട്ട് പ്ലാൻ ചെയ്ത റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. ഓക്കെ,
എന്താണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടത് എന്ന് ഫോമൽ ഓർഗനൈസേഷനിൽ ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ടായിരിക്കും. ബട്ട് ഇവിടെ എന്തുണ്ടായിരിക്കത്തില്ല, അത് ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഫോം ചെയ്യുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടാണ്, മീൻസ് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് ഫോം ചെയ്യുന്നതാണ് എന്ത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. then എന്താണ് ഈ ഫോമലിലാണെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കും. ഇതാണെങ്കിൽ കുറച്ച് കാലം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഓക്കെ, ദെൻ എന്താണ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ റൂൾസ്, ദർ ഈസ് നോ ബിഹേവിയർ പാറ്റേൺ. ഓക്കെ, ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ബേസിലൊക്കെയാണ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ അങ്ങനെ പാറ്റേൺസ് ഒന്നും ഇല്ല. ഓക്കെ, ഇവിടെ ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. ഫംഗ്ഷനിൽ ഫോമലിലാണെന്നുണ്ടെങ്കിൽ, ഇൻഫോമലിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ മെമ്പേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ഇത് മൂന്നിൻ്റെ ഡിഫറൻസ്. ഇത് മൂന്ന് എന്താണ് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ ആണല്ലേ. അപ്പോൾ ഇത് മൂന്നിൻ്റെ ഡിഫറൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് ആ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്. ഓക്കെ, എൻ്റെ താഴെ അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റിനെ കമാൻഡ് ചെയ്യുന്നത്, അത് ചെയ്യണം ഇത് ചെയ്യേണ്ടതെന്ന് പറയാനുള്ള റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ സബോർഡിനേറ്റിൻ്റെ എന്താണ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബാധ്യതയാണ് എന്തെന്നുള്ളത് ആ ഒരു കാര്യം ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻസറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പം ഞാനൊരു കാര്യം ചെയ്താൽ ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ആരോടായിരിക്കണം അക്കൗണ്ടബിൾ, ഈ ഔട്ട്കം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ സുപ്പീരിയറിനോട് ആൻസർ ചെയ്യണം അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ. then it is flexible as it can be delegated. ഇത് എന്താണ് പാർഷ്യലി ഫ്ലെക്സിബിൾ ആണ്. ഇത് ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക, 5 എണ്ണം പഠിക്കുക കേട്ടോ. then it can be delegated, അതോട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് റെസ്പോൺസ് നമുക്ക് ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ അക്കൗണ്ടബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ ഡൗൺവേർഡ് സുപ്പീരിയർ എന്ന് സബോർഡിനേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, സബോർഡിനേറ്റ് എന്ന് സുപ്പീരിയറിലേക്കാണ്. ഓക്കെ, ഇതിവിടെ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ആണെങ്കിൽ ഇവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ് അല്ലേ സുപ്പീരിയറിനോട് അക്കൗണ്ടബിൾ, അതുപോലെ തന്നെ ഇവിടെ അങ്ങനെയല്ലേ സബോർഡിനേറ്റ് അല്ലേ സുപ്പീരിയറിനോട് ആൻസറബിൾ. ഓക്കെ, അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഉള്ള ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ റിട്ടൻഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രം ഒരു ഡിസിഷൻ മേക്ക് ചെയ്യും. ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ആർക്കും കൂടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ലെവൽസിലെ മാനേജേഴ്സിനും കൂടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ എന്താണ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടോപ്പ് ലെവലിൽ തന്നെയായിരിക്കും, ഇവിടെ ആണെങ്കിൽ ലോവർ ലെവലിലും കൂടി കിട്ടും. ഓക്കെ, ദെൻ മാനേജേഴ്സ് ഹാവ് ലെസ് ഫ്രീഡം ടു ആക്ഷൻ. ഓക്കെ, മാനേജേഴ്സിനൊക്കെ എന്താണ് ഫ്രീഡം കുറവായിരിക്കും, ഇവിടെ ആണെങ്കിലോ ഫ്രീഡം ഉണ്ടായിരിക്കും. ബെറ്റർ കൺട്രോൾ ഓവർ ദ സബോർഡിനേറ്റ്. ദെൻ എന്താണ് ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് സബോർഡിനേറ്റിനോട് സുപ്പീരിയറിൻ്റെ ഒരു പിടി സബോർഡിനേറ്റിൽ ഉണ്ടായിരിക്കും. ബട്ട് ഇവിടെ ആണെങ്കിലോ അങ്ങനെയൊന്നും ഇല്ല. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിൽ ആൻഡ് സ്മോൾ സൈസ് ഓർഗനൈസേഷൻ. സെൻട്രലൈസേഷൻ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷനിലാണ്. ഡീസെൻട്രലൈസേഷൻ ആണെങ്കിലും ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസിൽ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡെലിഗേഷൻ നമ്മൾ പറയുന്നത് ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഇപ്പം എനിക്ക് ഇങ്ങനെ കമാൻഡ് ചെയ്യാനുള്ള അതോറിറ്റി ഞാൻ മറ്റൊരാൾക്കും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ താഴെയുള്ള ലോവർ ലെവൽസിന് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഡീസെൻട്രലൈസേഷൻ എന്താണ് ലോവർ ലെവലിലും കൂടിയിട്ട് ഈ ഒരു അധികാരം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണല്ലേ, അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. മറ്റേ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടുത്തെ തീരുമാനമൊക്കെ എടുക്കാനുള്ള ആ ഒരു ഓർഗനൈസേഷൻ തീരുമാനമൊക്കെ എടുക്കാനുള്ള അധികാരം, ആരുടെ അധികാരം? നമ്മൾ ടോപ്പ് സുപ്പീരിയറിൻ്റെ അധികാരം എന്താണ് ലോവർ ലെവലിനും കൂടെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, then it is a compulsory act because no individual can perform all tasks. Okay, ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണല്ലോ, കാരണം ഒരു മാനേജറിനെ കൊണ്ട് എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഡെലിഗേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ ഇവിടെ ഡീസെൻട്രലൈസേഷൻ ഓപ്ഷനാണ്. സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കണമെങ്കിൽ ഡീസെൻട്രലൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട. ഓക്കെ, ദെൻ ടു റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് മാനേജർ ഓർ സുപ്പീരിയർ. ഓക്കെ, ഇത് എന്തിനു സഹായിക്കും? സുപ്പീരിയറിൻ്റെ വർക്ക് ലോഡും മാനേജേഴ്സിൻ്റെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇവിടെ ആണെങ്കിലോ ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആ ഒരു ഇത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കും. ഓക്കെ,
നെക്സ്റ്റ് അപ്പോൾ ഇതെല്ലാം പഠിക്കുക. ടെസ്റ്റ് നാരോസ്കോപ്പ് ഒരു വൈഡർ സ്കോപ്പാണ്. മോർ കൺട്രോൾ ഓഫ് സുപ്പീരിയർ. ഓക്കെ, മോർ സുപ്പീരിയറിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഇവിടെ ലെസ് കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ 5 പോയിന്റ്സ് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്ന ചാപ്റ്റർ നമുക്കറിയാമല്ലോ, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇംപാർട്ടിങ് നോളജ് ആൻഡ് സ്കിൽ ഫോർ പെർഫോം. ഒരു കാര്യം ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് ചെയ്യാനായിട്ട് നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു നോളജും സ്കില്ലൊക്കെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കുന്നതിനാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ദെൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് ഓവറോൾ ഗ്രോത്ത് ഓഫ് എംപ്ലോയി ഫോർ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ മാനേജ്മെൻറ്റ് ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊരു നോളജ് കൊടുക്കുന്നതിനെയാണ്. ഓക്കെ, ദെൻ ഇറ്റ് എനേബിൾ ദ എംപ്ലോയി ടു ഡു ദ ബെറ്റർ ജോബ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിന് നല്ലോണം ജോബ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇറ്റ് എനേബിൾ ഒരു എംപ്ലോയിയുടെ ഓവറോൾ ഗ്രോത്തിന്, എല്ലാ രീതിയിലും ഉള്ള ഒരു ഗ്രോത്തിന് സഹായിക്കും. ദെൻ ഇറ്റ് ഈസ് എ ജോബ് ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോബ് ബേസ് ആയിട്ടുള്ള ഒരു ജോബിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സാണ്. ദെൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കരിയർ ഓറിയൻറ്റഡ്, മീൻസ് ആ ഒരു പേഴ്സണെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള, ആ പേഴ്സൻ്റെ മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ആ പേഴ്സണിൽ നിന്ന് എത്ര എടുക്കാം അത് കൊണ്ടുവരാനുള്ളതാണ് ഡെവലപ്മെൻറ്റ്. ദെൻ ഇറ്റ്സ് എ ലിമിറ്റഡ് സ്കോപ്പാണ്. ദെൻ വൈഡർ സ്കോപ്പ്, ഇറ്റ് ഇസ് റിജിഡ്, ഫ്ലെക്സിബിൾ, എക്സെട്ര. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും തമ്മിലുള്ള ഡിഫറൻസ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഓർ മോണിറ്ററി ഇൻസെൻറ്റീവ് റെഫേഴ്സ് ടു ഇൻസെൻറ്റീവ് റിവാർഡ് വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റ്. മണി, ഓക്കെ, നമുക്ക് കയ്യിൽ കിട്ടുന്ന പൈസയുടെ രൂപത്തിൽ കിട്ടുന്നതെല്ലാം എന്താണ്? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ്. ദെൻ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് പൈസയുടെ രൂപത്തിൽ അല്ലാണ്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റാത്തതൊക്കെ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ്. ദേ സാറ്റിസ്ഫൈ ലോവർ ലെവൽ നീഡ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യൂ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും. ദേ ആർ മോർ എഫക്റ്റീവ് ടു മോട്ടിവേറ്റ് എംപ്ലോയി അറ്റ് ലോവർ ലെവൽ. ഓക്കെ, ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനെ മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവ്സ് കൊണ്ട്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് ലോവർ ലെവലിൽ ഹയർ ലെവലിലുള്ള മെമ്പേഴ്സിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെയൊക്കെയോ നമുക്ക് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദെൻ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിന് എന്തൊക്കെ വരും? ബോണസ്, പ്രോഫിറ്റ് ഷെയറിങ്, പേ, അലവൻസ്, എക്സെട്ര. ഇവിടെ ആണെങ്കിൽ സ്റ്റാറ്റസ്, ഓർഗനൈസേഷന് ക്ലൈമറ്റ്. ഓക്കെ, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വർക്കറിന് മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ക്ലൈമറ്റ്, അതുപോലെ തന്നെ പുറത്ത് കയറുമ്പോൾ ഇങ്ങനൊരു ജോലിയാണെന്ന് പറയുമ്പോൾ ഉള്ളൊരു പവർ, പിന്നെന്താണ് ജോബ് സെക്യൂരിറ്റി, ആ ജോബ് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും, ഇടയ്ക്കൊക്കെ ടൂർ വേക്കൻസി അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ അല്ല, കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ബേസ്ഡ് ആയിട്ട് മാനേജേഴ്സും സബോർഡിനേറ്റ്സും ഒക്കെ തമ്മിൽ സംസാരിക്കുന്നതിന് നമ്മളൊക്കെ എന്തെന്ന് പറയാം? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ബട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പം ഞാനൊരു വർക്കറാണ്, ഞാൻ എ എന്ന് പറയുന്ന വർക്കറാണ്, ബി എന്നൊരു വർക്കറും കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബിയും എയും കൂടെ ആയിട്ട് സംസാരിക്കുന്നതിനെ നമുക്ക് ഇൻഫോർമൽ എന്നും, ഓക്കെ, ദെൻ എന്താണ് വർക്ക് ബേസ്ഡായ കാര്യം നിങ്ങൾ സംസാരിക്കുന്നതിനെ നമ്മൾ എന്തെന്നും പറയും? ഫോർമൽ എന്നും പറയും. ഓക്കെ, ദെൻ എന്താണ് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി. ഓക്കെ, ഇത് സിസ്റ്റമാറ്റിക് എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇന്നയാളിനോട് അക്കൗണ്ടബിൾ ആണ്, ഇന്നയാളുടെ അടുത്ത് പറയണം എന്നൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻഫോർമലാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളടത്ത് സംസാരിക്കാം. അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഫ്ലോസ് ഇൻ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ ഡയറക്ഷൻ. 3 ഡയറക്ഷൻ, വെർട്ടിക്കലും ഹൊറിസോണ്ടൽ, ഡയഗണൽ. അപ്പോൾ നമുക്ക് ഇതിലൊരു ഇത് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊക്കെ പഠിക്കണം കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡയഗ്രാം ഒക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ്
ദെൻ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ത്രൂ ദ സ്കേലാർ ചെയിൻ വിച്ച് ലീഡ്സ് ടു. ഓക്കെ, പല ടൈമിലും കമ്മ്യൂണിക്കേഷൻ എന്താണ് സ്കേലാർ ചെയിൻ വരുന്നതായിട്ടാണ് എല്ലാ ഓർഗനൈസേഷനിലും ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലോ പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ആണെങ്കിൽ ഫാസ്റ്റ് പ്രോസസ്സാണ്. ഓക്കെ, ദെൻ എന്താണ് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ എവിടെയാണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ്. ദെൻ എന്താണ് ഒഫീഷ്യലി ആയിട്ട് നമ്മൾ നേരത്തെ ഒഫീഷ്യലി ആവശ്യമായിട്ടുള്ള വെൽ പ്ലാൻഡ് എന്താണ് മെസ്സേജസ് ഒക്കെ ആയിരിക്കും ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ അൺഒഫീഷ്യൽ മെസ്സേജസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും 5 പോയിന്റ്സ് പഠിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ്? ആദ്യമേ പറഞ്ഞു 2 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയിട്ട് നോക്കുന്നുണ്ടെന്ന്, അതും കൂടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഇയറിലും മുമ്പത്തെ ഇയറിലും ഫൈനൽ എക്സാമിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചായി പോയത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നോക്കാം. ഇതൊക്കെ വരുന്നില്ല, ഏതെങ്കിലും നമുക്ക് വരും. പ്രോഫിറ്റ് ഈസ് ദ വൺ ഓഫ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്, റൈറ്റ് ദ അതർ 2. ഏതൊക്കെയാണ്? സർവൈവൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുപോലെ 2 ഉണ്ട്, അത് എഴുതാം. ദെൻ ലിസ്റ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് എ ആർട്ട്. മാനേജ്മെൻറ്റ് ആർട്ടാണ്, പ്രൊഫഷനാണ്, സയൻസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആർട്ട് എന്ന് പറയുന്നത്? 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഗീവ് 2 റീസൺ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് കാൾഡ് ആസ് എ സയൻസ്. എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്? അതിൻ്റെ 2 റീസൺ. അപ്പോൾ ഇതിൻ്റെയൊക്കെ 2 റീസൺസ്, പ്രൊഫഷൻ്റെയും കൂടി 2 റീസൺസ് പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് മൾട്ടി ഡയമെൻഷണൽ? മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ എഴുതിയാൽ കേട്ടോ. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ, അടുത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ഈസ് ഫാറ്റിഗ് സ്റ്റഡി. ഓക്കെ, ഫാറ്റിഗ് സ്റ്റഡി എന്താ? റെസ്റ്റ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഇത്ര റെസ്റ്റ് വേണം, അതാണ് പറയുന്നത്. ദെൻ എന്താണ്? ബ്രീഫ്ലി നറേറ്റ് മോഷൻ സ്റ്റഡി. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്, സയൻറ്റിഫിക് പ്രിൻസിപ്പിളാണ് പഠിക്കുക. ദെൻ ലിബറലൈസേഷൻ എന്താണ്? പ്രൈവറ്റൈസേഷൻ എന്താണ്? ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളത് എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ ബിസിനസ്സിൻ്റെ അൺവാണ്ടഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് റോൾ, പബ്ലിക് സെക്ടറിൻ്റെ റോൾ കുറച്ചുകൊണ്ട് പ്രൈവറ്റൈസ്ഡ് ആക്കുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ മിക്ക എക്കോണമി ഗ്ലോബൽ എക്കോണമി ആക്കുന്നത്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ഹൗ പ്ലാനിങ് ഫെസിലിറ്റി ഡിസിഷൻ. എങ്ങനെയാണ് പ്ലാനിങ് ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അത് എഴുതാം. ദെൻ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതുമ്പോൾ തന്നെ എന്താവും? പ്ലാനിങ് ആവും. ദെൻ പ്ലാനിങ് ഡസൻ ഗ്യാരണ്ടി സക്സസ്. ഡു യു അഗ്രി? പ്ലാനിങ് എന്ത് ചെയ്തില്ല? എന്താണ്? സക്സസ് ഉറപ്പ് തരുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ കൺട്രോളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ സക്സസ് ആണോ അല്ലേ എന്നുള്ളത്. ദെൻ മൊബൈൽ ഫോൺ ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ റൂളാണ്. എന്താണ്? യൂസ് സ്റ്റെറിലൈസ്ഡ് സിറിഞ്ചസ് ഒള്ളി. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ പോളിസിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? ടൈപ്സ് ഓഫ് പ്ലാനും കൂടിയിട്ട് നോക്കുക. ഇതുപോലെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്സ് ഓഫ് പ്ലാൻ, ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് അതും കൂടി പഠിക്കുക. ദെൻ വാട്ട് ഡു യു മെൻ ബൈ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക. ഓക്കെ, ദെൻ അതുപോലെ പഠിക്കേണ്ട ഒന്നാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ ഡെലിഗേഷൻ്റെ എക്സ്പ്ലനേഷൻ. ദെൻ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ ഏതൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റി, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ വരുന്നതാണ് ട്രെയിനിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ്റെ ക്വസ്റ്റ്യനിൽ ഞാൻ ട്രെയിനിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, അത് എഴുതിയാൽ മതി. ദെൻ ഫ്ലോ ചാർട്ട് ഷോയിങ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് സെലക്ഷൻ. ഓക്കെ, പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ തുടങ്ങുന്ന ആ സ്റ്റെപ്പ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ താഴോട്ട് ബോക്സ് വരച്ച് ഫ്ലോ ചാർട്ട് ചെയ്യുക. ദെൻ ലിസ്റ്റ് ദ മെറിറ്റ്സ് ഓഫ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീനെ ട്രെയിൻ ചെയ്യുന്നതിനുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് 2 ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഓഫ് എംപ്ലോയി. 2 ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണ്? ബോണസ്. ഓക്കെ, ബോണസ് കൊടുക്കാം, പിന്നെ പ്രോഫിറ്റ് ഷെയറിങ്, അതൊക്കെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷനുള്ള ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന നൈംസ് മാത്രമേ എഴുതി. ദെൻ വാട്ട് ഡു യു മീൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ പ്ലാനിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ് അല്ലേ, പ്ലാനിങ് സ്റ്റെപ്പാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആരോട് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് 2 മാർക്ക്, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 3 മാർക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. ദെൻ എക്സാമ്പിൾ ഓഫ് കറണ്ട് അസറ്റിൻ്റെ എക്സാമ്പിളും കൂടിയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിൻ്റെയും കൂടി പഠിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വേഗം പഠിക്കുക കേട്ടോ. സമയമില്ല, നമുക്ക് ഇനി മണിക്കൂറുകൾ മാത്രമുള്ള, രാവിലെയാണ് എക്സാം, അതുകൊണ്ട് വേഗം പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.